നമസ്കാരം. ഇത് ഈ വഴിക്കടവ് റൂട്ടിൽ നിന്ന് ഗൂഡല്ലൂർ പോകുമ്പോൾ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത്, അതായത് കറക്റ്റ് ലൊക്കേഷൻ പറയില്ല, കോഴിപ്പാലം എന്നൊക്കെ പറഞ്ഞ ആ ഏരിയ, അവിടെ നിറയെ എസ്റ്റേറ്റുകളാണ്, തേയില. അപ്പോൾ അവിടെ ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും താമസിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് എസ്റ്റേറ്റിൽ ജോലി, ഭർത്താവിനും എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. പക്ഷേ ഉച്ചയാകുമ്പോൾ അയാളുടെ പണി കഴിയും, കുറച്ച് ഹാർഡ് വർക്കാണ്. അപ്പോൾ നേരത്തെ പോകാൻ വേണം. അങ്ങനെ ഇവർ ജീവിച്ച് വരവേ ഈ ഭാര്യൻ്റെ ചേച്ചി, അവർക്ക് മക്കളില്ല. അതിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു. അയാൾ ഭയങ്കര ഒരു മോശം ജീവിതം നയിച്ച ആളാണ്. ചീട്ടുകളി ഉണ്ടായിരുന്നു അയാൾക്ക്. ഉള്ളത് മുഴുവനും നശിപ്പിക്കും, പണിക്ക് പോകും, കിട്ടണത് കുടിക്കും, ചീട്ടുകളി. ഭാര്യനെ തൊടാറ് പോലുമില്ല. അയാൾ വേറൊരു ക്യാരക്ടറാണ്. ഈ പണ്ടെന്നല്ല, ഇപ്പോഴും ആർക്കെങ്കിലും ഒന്നാട് പിടിച്ച് കെട്ടിച്ച് കൊടുത്ത വീട്ടുകാരുടെ ബാധ്യത കഴിഞ്ഞെന്നുള്ള, ഇതാരാണ് എന്താണെന്നൊന്നും അന്വേഷിക്കില്ല കെട്ടിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇപ്പോഴും ഗ്രാമങ്ങളിൽ ബ്രോക്കർ ഇപ്പോൾ ഒരാളെ കൊണ്ടുവരികയാണ്, അവനെപ്പറ്റി കുറച്ച് പുകഴ്ത്തി സംസാരിക്കുക, അവനൊരു പണിയുണ്ട്, വിലയും കൂലി ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി, വേറെ അവൻ്റെ ക്യാരക്ടറൊന്നും നോക്കില്ല. ഇപ്പോൾ കുറച്ച് മാറ്റം വരുന്നുണ്ട്. അങ്ങനെ പെട്ടുപോയത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു സുഖമുള്ളതായിരുന്നില്ല. അങ്ങനെ ഇവൻ കരളൊക്കെ കേടുവന്ന് മരിച്ച്, വെള്ളമടിയും ചീട്ടുകളിയും ഒക്കെ ഉണ്ടായിരുന്നു. മക്കളില്ല. അങ്ങനെ ഇവർ ലാസ്റ്റ് ഒറ്റപ്പെടുക. അപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവ് പറഞ്ഞ് അവരെ അമ്മയുടെ ഒപ്പം കൂട്ടിക്കോ, പാവമല്ലേ, അതിനാരുമില്ല. അപ്പോൾ ഭാര്യയ്ക്കും ആശ്വാസമായി, ശരിയാണ്, ഇങ്ങോട്ട് പോന്നോട്ടെ. അങ്ങനെ കൊണ്ടുവന്ന് കൂടുതലൂർ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പണി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഇതിനങ്ങനെ പണിക്ക് പോയി ശീലമില്ല, പിന്നെ അന്യ നാടുമല്ലേ. അപ്പോൾ തൽക്കാലം ഇവിടെ നിൽക്ക്. അപ്പോൾ വേറൊരു ഗുണമുണ്ട്, ചോറും കറിയൊക്കെ ഉണ്ടാക്കും, കുട്ടികളെയൊക്കെ ഒരുക്കി വിട്ടോളും. അങ്ങനെയൊക്കെ ഒരു അമ്മേൻ്റെ സ്ഥാനമല്ല, അമ്മേൻ്റെ ചേച്ചിയല്ല. പിന്നെ ഇതൊരു സാധു സ്ത്രീയാണ്, പക്ഷെ വികാരം കൂടുതലാണ്, സെക്സ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ അനിയത്തിൻ്റെ ഭർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അനിയത്തിനെ ലാളിക്കണതും ചുംബിക്കണതും ഒക്കെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഇവർക്ക് മനസ്സിൽ സങ്കടം, എൻ്റെ ഭർത്താവ് എന്നോട് അങ്ങനെയൊന്നും പെരുമാറില്ല. അപ്പോൾ ഈ അനിയത്തി വരാൻ സന്ധ്യയാവും. അപ്പോൾ ഇയാൾക്ക് എന്നും വേണം ഭാര്യനെ. ഇയാൾക്ക് ശേഷനൊരു നോട്ടമുണ്ട്, പക്ഷേ അങ്ങനെ ഒന്ന് കയറി ഹെഡ് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല, മനസ്സിലൊതുക്കും. അങ്ങനെ അനിയത്തിക്ക് ചില വയ്യായികയുണ്ട്. ഈ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പരിപാടി എടുക്കാൻ ഇവനെന്നും വേണം, അതിന് വയ്യ. അപ്പം അങ്ങനെ ഇടയ്ക്ക് പൊട്ടലും ചീറലും. അപ്പം ചേച്ചിക്ക് ഇത് മനസ്സിലാവും, ഒരു കല്യാണം കഴിച്ച സ്ത്രീയല്ല ഇവളുടെ ചേച്ചിയല്ല, അവിടെ എന്താണ് ബെഡ്റൂമിൽ നടക്കണമെന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ ചോദിച്ചപ്പോൾ അനിയത്തി പറയുകയും ചെയ്തു, എനിക്ക് വയ്യ, നടുവേദന പ്രശ്നങ്ങളാണ്, ഇയാളെന്നും എൻ്റെ മേല് കയറാൻ വരികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് വയ്യ, അതാണ് സംഭവം. പിന്നെ ഇവൻ പോയി കുടിക്കാൻ തുടങ്ങി. കുടിക്ക് പോയി കഴിഞ്ഞാൽ ഈ പെണ്ണിനറിയാമല്ലോ, ചേച്ചിക്കറിയാം ഇതിൻ്റെ അപകടാവസ്ഥ. ഇയാൾ ഉച്ചക്ക് വരുമല്ല, ചേച്ചി തുറന്ന് ചോദിച്ച്, ഇവനോട് അത്ര ചോദിക്കാനുള്ള ഫ്രീഡമൊക്കെ ഉള്ള ചേച്ചിയാണ്, എന്താ നീ ഇപ്പം ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത്? അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് രാത്രി ആയിക്കഴിഞ്ഞാൽ ബെഡ്റൂമിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്, എന്നെ തൊടാനായിക്കല്ല, അങ്ങനെ. അപ്പം ചേച്ചി പറഞ്ഞു, അത് ഞാൻ അറിഞ്ഞു, അവൾക്ക് വയ്യ, നിനക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാം, നീ കുടിക്കാൻ പോകല്ലേ, നിനക്കറിയാലോ എൻ്റെ ഭർത്താവ് ഇതൊക്കെ, കുടിക്കാൻ പോകരുത്, അത്ര മോശം സാധനം ഈ ഭൂമിയിലില്ല, ഞാൻ കുറേ അനുഭവിച്ചോളാം. അപ്പോൾ ഇവൻ ചോദിച്ചാൽ എന്ത് പരിഹാരം?
അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നെ എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്യാറുണ്ടായില്ല, എന്ന് കുടിച്ച് വന്ന് കിടക്കും. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരാളും അറിയില്ല, നീ അനിയത്തി അറിഞ്ഞാലും പ്രശ്നമില്ല, കാരണം അവൾക്കൊരാശ്വാസം. നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഉച്ചക്ക് വരില്ലേ? എന്തിനാണ് ഈ വിഷം മേടിച്ച് കുടിക്കാൻ പോണത്? നിനക്ക് എന്ത് തന്നെ ചെയ്യാനുള്ളത്. ഇവൻ ആലോചിച്ചപ്പോൾ നല്ലൊരു പാക്കേജാണ്. ഇവൻ അനിയത്തിനേലും ബെറ്ററാണ് ചേച്ചി. ഇവൻ പറഞ്ഞേ എനിക്ക് പണ്ടേ നിങ്ങളെ ആഗ്രഹമുണ്ട്, പക്ഷേ ചേച്ചീൻ്റെ സ്ഥാനമല്ലേ, ഞാനങ്ങനെ സെൻറ്റിസറെ കാണിച്ച് നിങ്ങളെ കയറി പിടിക്കാനൊന്നും ശ്രമിക്കൂല. മനസ്സിൽ ഒതുക്കി നിൽക്കണമായിരുന്നു. നിങ്ങൾ റെഡിയാണെങ്കിൽ പിന്നെ എനിക്ക് 100 സന്തോഷം. ഞാൻ ഇനി കള്ളും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട പറഞ്ഞു. അങ്ങനെ അവരെന്ന് ഉച്ചക്ക് പണി കഴിഞ്ഞ് വന്ന് അപ്പം ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുവോളം അസലായിട്ട് ബന്ധപ്പെടും. അതുകൊണ്ട് ഇപ്പം എന്താ, അനിയത്തിൻ്റെ നടുവേദന പ്രശ്നമല്ല, ചേച്ചി അത്രയും നാളും നയിച്ച നരക ജീവിതം അത് സോൾവായി, ഭർത്താവിൻ്റെ കള്ളുകൂടി മാറി, വേറെ ആരും ഇതറിയണില്ല, ചേച്ചിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചെറിയ കുടുംബം വേറൊരു ലെവലിലെത്തി. അവിടെ എന്താ സദാചാരം പോയത്? എൻ്റെ അഭിപ്രായത്തിൽ പോയിട്ടില്ല. ഇനി കേൾക്കണവർക്ക് എന്താ അറിയില്ല. ഐ ആം സോറി.